സുരേഷ് ഗോപി വെറും ഗോപിയായി മാറിയിരിക്കുകയാണ്. ഒരു നീണ്ടൊരു വര മാത്രമാണ്. എന്നാൽ ആ വര കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവും? എന്തോ ഒരു ഫേമസ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തോ ഒരു പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള കുറച്ച് പണം എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെയോ സഹായം ചെയ്യുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് മറ്റേ നിങ്ങൾക്ക് മകൻ കോടീശ്വരനിലിരിക്കുന്ന സമയത്ത് അർഹതപ്പെട്ടവർക്കെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കിട്ടിയോ ഇല്ലയോ എന്നുള്ള അറിയില്ല. എന്നിരുന്നാൽ തന്നെയും കേരള സർക്കാർ കാണിക്കുന്ന പോലെയല്ല പറയുന്ന കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്. അത് സർക്കാരിലിരുന്നുകൊണ്ടല്ല, അയാൾ വ്യക്തിയിലിരുന്നുകൊണ്ട്. എന്നാൽ അയാൾ ചാണകത്തിൽ മുങ്ങിയതിന് ശേഷം അയാളെ ജയിപ്പിക്കാത്ത ജനങ്ങളോട് ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് കട്ടെടുക്കുകയാണ് ചെയ്തത്. തൃശ്ശൂർ ജയിച്ചതൊക്കെ കട്ടെടുത്ത് ജയിച്ചാണെന്നൊക്കെ നമ്മൾ ന്യൂസുകളിൽ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ജയിച്ചതിന് ശേഷം അയാൾക്ക് എല്ലാവരോടും ഭയങ്കര ദേഷ്യമാണ്, തന്നെ തോൽപ്പിച്ച ജനങ്ങളോട്. അപ്പോൾ ആ തോൽപ്പിച്ച ജനങ്ങളോട് അയാൾ പെരുമാറുന്ന രീതിയും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. അപ്പോൾ ഇതിന് ശേഷം പുള്ളിക്കാരൻ തൃശ്ശൂരിലാണെന്ന് തോന്നുന്നു. അവിടെ ഇരുന്നുകൊണ്ട് എയിംസിനെ പറ്റി സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞത് എയിംസ് തൃശ്ശൂരിന് അർഹതപ്പെട്ടതാണെന്നാണ്. ഒരു ജില്ലയിൽ ഒരു എയിംസ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ വീഡിയോ കാണുന്നവരോട് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഈ സംഘിക്കുട്ടന്മാർ